Every animal in a Hollywood film is well trained. It is not difficult to train a horse or a dog. But have you ever heard of trained ravens? ഹോളിവുഡ് സിനിമയിൽ എല്ലാ മൃഗങ്ങളും ട്രെയിൻഡ് ആണ്. അപ്പോൾ ഒരു ഹോഴ്സിനെ അതുപോലെ തന്നെ ഡോഗിനൊക്കെ ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടല്ല. പക്ഷേ റേവൻസ് കാക്കകളെ ട്രെയിൻ ചെയ്യുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടാവും ഒന്ന് ആലോചിച്ച് നോക്കൂ. നോട്ട് ജസ്റ്റ് 1 or 2, ഒന്നോ രണ്ടൊന്നും അല്ല, ബട്ട് നിയർലി 100 ഓഫ് ദം, ഏകദേശം 100ഓളം വരുന്ന കാക്കകളെ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു അത്ഭുത കാഴ്ച. ഈവൻ ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ഇൻ ഹോളിവുഡ് സിനിമയിൽ അതുപോലും ആ ഒരു സംഭവം പോലും നടന്നിട്ടുണ്ട്. When the creator of some of the best suspense films in the history of cinema, Alfred Hitchcock, decided to make a film called Birds. അപ്പോൾ ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സിനിമയിലെ ഒരു അതികായനാണ്. ഓക്കെ, അവിടുത്തെ ഒരു പയനിയറാണ്. അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് മോഡലാക്കിയിട്ട് ഒരുപാട് പേര് സിനിമ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഒരു സിനിമ ചെയ്യായിരുന്നു ബേർഡ്സ് എന്ന് പറഞ്ഞ. ആ സിനിമയിൽ ഈ റേവൻസിനെ ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്, കാക്കകളെ ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നാണ് സത്യജിത് റായ് പറയുന്നത്. ഇൻ ദ സ്റ്റോറി, ബേർഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് സ്റ്റാർട്ട് അറ്റാക്കിംഗ് ഹ്യൂമൻസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബേർഡ്സ് എന്ന ഈ ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ ബേർഡ്സ് എന്ന സിനിമയിൽ ബേർഡ്സ് എന്താണ്, അതിലൊരു സീനാണ്, ബേർഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് സ്റ്റാർട്ട് അറ്റാക്കിംഗ് ഹ്യൂമൻസ്. മനുഷ്യനെ അറ്റാക്ക് ചെയ്യാണ് ചെയ്യുന്നത് ബേർഡ്സ് ഒന്നാകെ വന്നിട്ട്. ഹിച്ച്കോക്ക് നീഡഡ് എ വെറൈറ്റി ഓഫ് ബേർഡ്സ്. ഒരുപാട് ബേർഡ്സിനെ ആൽഫ്രഡ് ഹിച്ച്കോക്കിന് ആവശ്യമായി വന്നു. ബട്ട് വാട്ട് വാസ് റിക്വയർഡ് ഇൻ ദ ലാർജസ്റ്റ് നമ്പർ വാസ് റേവൻസ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നത് റേവൻസിനെ ആയിരുന്നു. നോട്ടീസസ് വർ പ്ലേസ്ഡ് ഇൻ ദ പ്രസ് ഓൾ ഓവർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. എന്താണ്, എല്ലായിടത്തും പരസ്യം കൊടുത്തു, പത്രത്തിൽ പ്രസ്സിലൊക്കെ പരസ്യം കൊടുത്തു. എന്താണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ എല്ലായിടത്തും പരസ്യം കൊടുത്തു. ആസ്കിംഗ് പീപ്പിൾ ടു കോൺടാക്ട് ദ ഫിൽം മേക്കർ ഇഫ് ദേ ന്യൂ ഹൗ ടു ഗെറ്റ് ഹോൾഡ് ഓഫ് ട്രെയിൻഡ് റേവൻസ്. അപ്പോൾ ട്രെയിൻഡ് റേവൻസ് ആരുടെയും കയ്യിലുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഈ ആൽഫ്രഡ് ഹിച്ച്കോക്ക് അതല്ലെങ്കിൽ ഈ സിനിമയുടെ പിന്നിലെ പ്രവർത്തകർ എന്താണ് പരസ്യം ചെയ്തു. someone replied within a few days. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരാൾ അത് റിപ്ലൈ ചെയ്തു. he was asked to bring his birds. അദ്ദേഹത്തോട് ആ പക്ഷികളെ കൊണ്ടുവരാൻ പറഞ്ഞു. ആൻഡ് ഹി അറൈവ്ഡ് വിത്ത് ഓൾമോസ്റ്റ് 100 ട്രെയിൻഡ് റേവൻസ്. ഏകദേശം 100ഓളം വരുന്ന റേവൻസിനെയും കൊണ്ടാണ് അദ്ദേഹം വന്നത്. ഓക്കെ, അഡ്മിറ്റഡ്ലി ദർ ട്രെയിനിങ് ഹാഡ് നോട്ട് ഗോൺ വെരി ബാഡ്. അപ്പോൾ തുറന്നു പറയുകയാണെങ്കിൽ അവരുടെ ട്രെയിനിങ് അത്ര മോശമായിരുന്നില്ല. കാരണം ആദ്യമേ പറഞ്ഞു, ഒരു കുതിരയോ പട്ടിയോ ട്രെയിൻ ചെയ്തെടുക്കുന്ന അത്രയും എളുപ്പമല്ല ഒരു കാക്കയെ ട്രെയിൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടിയ ട്രെയിനിങ് അത്ര മോശമൊന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആ കാക്കകൾ അവരോട് പറഞ്ഞ ചെറിയ കാര്യമൊക്കെ എന്താണ് അവർ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. That is to say, they could not do anything that might be seen as extraordinary. ആ കാക്കകൾക്ക് എന്ത് കാര്യവും ചെയ്യാൻ കഴിഞ്ഞില്ല. അതായത് ഒരു ഹോഴ്സ് അല്ലെങ്കിൽ ഒരു നായ്ക്കളൊക്കെ ചെയ്യുന്ന പോലെ അത്രയും കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും ഇവർക്ക് കഴിയില്ല. ബട്ട് ഇഫ് ആസ് മെനി ആസ് 50 ravens are told to perch quietly on a row on a specified spot and if they obey this command instantly, isn't that pretty impressive? അതായത് ഈ റേവൻസിൽ ഒരു 50ഓളം വരുന്ന റേവൻസ് എന്താണ് അവരോട് പറയുകയാണ്, ഒരു പ്രത്യേക പോസ്റ്ററിൽ പോയിട്ട് പെർച്ച് ചെയ്യുക, അവിടെ ഇരിക്കാൻ പറയുകയാണെങ്കിൽ അത് ആ ഒരു ഓർഡർ ഒബേ ചെയ്യുകയാണെങ്കിൽ അത് അവർ എന്താണ് ഒബേ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അവരത് ആക്സെപ്റ്റ് ചെയ്ത് അവർ അതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് പ്രകാരം അതനുസരിച്ച് ആ ഒരു പ്രത്യേക സ്പോട്ടിൽ പോയിരിക്കുകയാണെങ്കിൽ അത് ഇംപ്രസീവ് അല്ലേ, അത് അത്ര അത്ഭുതകരമായ ഒരു കാര്യമല്ലേ എന്നാണ് ചോദിക്കുന്നത്. നീഡ്ലെസ് ടു സേ, ഇൻ അവർ ഓൺ കൺട്രി ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി ടു ഫൈൻഡ് ട്രെയിൻഡ് ആനിമൽസ്. അതായത് നമ്മുടെ കൺട്രി ഇന്ത്യയുടെ കേസ് നോക്കുകയാണെങ്കിൽ ട്രെയിൻഡ് ആയ ആനിമൽസിനെ കിട്ടുക അത്രയും എളുപ്പമല്ല. ഓൾദോ സം ഫിൽംസ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ബോംബെ ആൻഡ് മദ്രാസ് ദാറ്റ് ഇൻവോൾവ്ഡ് വർക്കിംഗ് വിത്ത് എലിഫൻസ്, ഹോഴ്സസ് ആൻഡ് ടൈഗേഴ്സ്. എന്നാൽ ചില സിനിമകളിൽ മദ്രാസിലും ബോംബെയുമായിട്ട് ചിത്രീകരിച്ച ചില സിനിമകളിൽ എന്താണ് എലിഫൻസും ഹോഴ്സും ടൈഗേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. ദർ പെർഫോമൻസ് ഡിഡ് സജസ്റ്റ് ദാറ്റ് ദേ വർ യൂസ്ഡ് ടു ഒബേയിങ് കമാൻഡ്സ്. അപ്പോൾ എന്താണ് കമാൻഡൊക്കെ ഒബേ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് ഈ മൃഗങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇൻ ബംഗാൾ ഇറ്റ് ഈസ് സംടൈംസ് പോസിബിൾ ടു ഫൈൻഡ് ക്ലെവർ ഡോഗ്സ്, പെർട്ടിക്കുലർലി പോലീസ് ഡോഗ്സ് വിച്ച് ആർ ക്വൈറ്റ് ഇൻ്റലിജൻറ്റ്. ബംഗാളിൽ നല്ല ബുദ്ധിയുള്ള ഡോഗ്സിനെ കിട്ടും, പ്രത്യേകിച്ച് എന്താണ് പോലീസ് നായ്ക്കൾ. ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിരുന്നു അവരെന്നാണ് പറയുന്നത്. If one is prepared to be patient, it is not altogether impossible to get good performances out of them as we managed to do with Bhulo in Padar Panchali.
ഓക്കെ, ഒരാൾക്ക് നല്ല ക്ഷമയുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഈ മൃഗങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ അവയെ നമുക്ക് ഏത് രീതിയിലും ട്രെയിൻ ചെയ്തെടുക്കാം, പ്രത്യേകിച്ച് ഈ നായകളെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമാണ് പറഞ്ഞത്. പദർ പാഞ്ചാലി ഇദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. ആ സിനിമയിൽ ഞങ്ങൾ എങ്ങനെ ഒരു ഭൂലോ എന്ന നായ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് ആ ഉദാഹരണ സഹിതം അദ്ദേഹം പറയുകയാണ്. യെറ്റ് എ ഡോഗ് മൈറ്റ് ബി ഡിഫിക്കൽട്ട്, നോട്ട് ഇമ്പോസിബിൾ ടു ഹാൻഡിൽ. ഡോഗിനെ ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്, ബുദ്ധിമുട്ടാണ്, നോട്ട് ഇമ്പോസിബിൾ ടു ഹാൻഡിൽ. പക്ഷെ അത് ഇമ്പോസിബിൾ അല്ല, ഓക്കെ, അസംഭവ്യമല്ല. വാട്ട് വാസ് വൺ സപ്പോസ് ടു ഡു ഇഫ് ദർ വാസ് നീഡ് ഫോർ എ ടൈഗർ ഇൻ എ ഫിലിം. ഓക്കെ, നായയുടെ കേസ് അങ്ങനെ. പക്ഷേ ഒരു ടൈഗർ, ഒരു കടുവയുടെ കേസാണെങ്കിലോ, ഒരു കടുവയെ ഒരാൾക്ക് ഒരു സിനിമയിൽ വേണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും? വി ഹാഡ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം. ഞങ്ങൾ ഈ ഒരു പ്രശ്നവും അഭിമുഖീകരിച്ചു. പ്രോബ്ലം 2, വെൻ വി വേർ ഷൂട്ടിംഗ് ഗുപ്പി ഗൈൻ ഭഗാബൈൻ. അതൊരു ബംഗാളി ഫിലിമാണ്. ഈ ഒരു സിനിമ ഗുപ്പി ഗൈൻ ഭഗാബൈൻ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയിൽ ഞങ്ങൾക്കൊരു ടൈഗറിനെ ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ആ ഒരു കാര്യം ആണ് ഇനി അദ്ദേഹം പറയാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൻ്റെ മെയിൻ കാര്യമാണ് ഇനി വരാൻ പോകുന്നത്. ഇൻ ദ ഫിലിം ഗൂപ്പി ഒരു ക്യാരക്ടറാണ്. ഇൻ ദ ഫിലിം ഗൂപ്പി ഹു ഈസ് ബാനിഷ്ഡ് ബൈ ദ കിങ് wanders in the forest, meets Bhaga who is also been banished. ഇവിടെ ചെറിയൊരു എറർ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഹു ഈസ് ഓൾസോ ബീൻ ബാനിഷ്ഡ് എന്ന് പറയില്ല. ഈസ് ബീൻ എന്നുള്ളത് ഗ്രാമാറ്റിക്കലി തെറ്റാണ്. ഓക്കെ, അത് മനസ്സിലാക്കണം. ഇവിടെ ഹു ഹാസ് ഓൾസോ ബീൻ ബാനിഷ്ഡ് എന്നാണ് വേണ്ടത്. ഒരു ചെറിയ എററാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഹു ഹാസ് ഓൾസോ ബീൻ ബാനിഷ്ഡ് എന്നാണ് ശരിക്കും വേണ്ടത്. പക്ഷെ ഇവിടെ ടെക്സ്റ്റിലുള്ളത് ഹു ഈസ് ഓൾസോ ബീൻ ബാനിഷ്ഡ് എന്നാണ്. അത് ഗ്രാമാറ്റിക്കലി തെറ്റാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. ഗൂപ്പി ഗൈൻ ഭഗാബൈൻ. ഓക്കെ, അതിൻ്റെ ഉച്ചാരണങ്ങൾ തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. ബംഗാളി ടൈറ്റിലായിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഗൂപ്പി അതുപോലെ തന്നെ ഭഗ എന്ന് പറഞ്ഞ രണ്ട് ക്യാരക്ടേഴ്സ് എന്താണ്, അവർ ബാനിഷ് ചെയ്യപ്പെട്ടു. അവരുടെ രാജ്യത്തിൽ നിന്ന്, അവരുടെ പ്രദേശങ്ങളിൽ നിന്ന് എന്താണ് പുറത്താക്കപ്പെട്ടു. അപ്പോൾ രണ്ടുപേരും കൂടെ എവിടെ വെച്ചിട്ട്, ഒരു കാട്ടിൽ വെച്ചിട്ട് കണ്ടുമുട്ടാണ്, ഒരു ഫോറസ്റ്റിൽ വെച്ചിട്ട്. ഓക്കെ, ദേ സീ എ ടൈഗർ ആൻഡ് ഫ്രീസ്. അങ്ങനെ ആ കാട്ടിൽ അവർ ഒരുമിച്ചിട്ട് കണ്ടുമുട്ടുന്നു. ഓക്കെ, പിന്നെ അവർ രണ്ടുപേരും ഒരു ടൈഗറിനെ കാണുകയാണ്, ആൻഡ് ഫ്രീസ്, എന്നിട്ട് ഭയന്ന് വിറക്കുകയാണ്. ബട്ട് ദ ടൈഗർ സിംപ്ലി വാക്സ് എബൌട്ട് ഇൻ ദ ഫോറസ്റ്റ്. പക്ഷേ ടൈഗർ എന്താണ്, സിംപ്ലി അതിങ്ങനെ ഫോറസ്റ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, വിത്തൗട്ട് പേയിങ് ദം ദ സ്ലൈറ്റസ്റ്റ് അറ്റൻഷൻ. പക്ഷെ ഒരല്പം പോലും ഇവരെ ശ്രദ്ധിക്കാതെ കടുവ അങ്ങനെ നടന്നു നീങ്ങുന്നു. ഇതാണ് സീന്, ഇതാണ് ഷൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് ടൈഗറിൻ്റെ ആവശ്യം. ഹാവിങ് തോട്ട് ഓഫ് ദ സീൻ, ആ സീനെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് ചിന്തിച്ചു. ഐ സിംപ്ലി ഹാഡ് ടു ഷൂട്ട് ഇറ്റ്, ബട്ട് വേർ വി ഗോയിങ് ടു ഫൈൻഡ് എ ടൈഗർ. എവിടുന്നാണ് ഞങ്ങൾക്ക് ടൈഗറിനെ കിട്ടുക? ദ ഒബ്വിയസ് തിങ് ടു ഡു വാസ് ടു ലുക്ക് ഇൻ എ സർക്കസ് സിൻസ് ദേ വർ ലൈക്ലി ടു ഹാവ് ട്രെയിൻഡ് ആനിമൽസ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ട്രെയിൻഡായ ടൈഗറിനെ കിട്ടണം. അതിന് ഏറ്റവും നല്ലത് ഒരു സൂവിലല്ല, ഒരു സർക്കസിൽ പോവുക എന്നുള്ളതാണ്. ഓക്കെ, കാരണം എന്താണ്, സർക്കസിൽ ഒരുപാട് ട്രെയിൻഡ് ആയിട്ടുള്ള ആനിമൽസ് ഉണ്ടാവും. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, വൺ കോൾഡ് ഭരത് സർക്കസ് വാസ് വിസിറ്റിംഗ് കൽക്കട്ട അറ്റ് ദാറ്റ് ടൈം. വൺ കോൾഡ് ഭരത് സർക്കസ്, ഓക്കെ, വിച്ച് വാസ് വിസിറ്റിംഗ് കൽക്കട്ട അറ്റ് ദാറ്റ് ടൈം, ഹോൾഡിംഗ് ഷോസ് ഇൻ മാർക്കസ് സ്ക്വയർ. ഓക്കെ, കൽക്കട്ടയിൽ ഷോ നടത്തിക്കൊണ്ടിരുന്ന ഭരത് സർക്കസിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ തീരുമാനിച്ചു. മാർക്കസ് സ്ക്വയർ, അതാണ് ആ പ്രദേശം. ഓക്കെ, അപ്പോൾ കൽക്കട്ടയിൽ മാർക്കസ് സ്ക്വയറിൽ വെച്ചിട്ട് അവിടെ ഷൂട്ടിംഗ് അല്ല, അവിടെ വെച്ചിട്ട് എന്താണ് ഈ സർക്കസിൻ്റെ അവർ പ്ലേ ചെയ്യുന്ന സർക്കസ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് മാർക്കസ് സ്ക്വയർ. അപ്പോൾ അവരൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ തീരുമാനിച്ചു. വി സെൻഡ് സംവൺ ടു മേക്ക് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ഇറ്റ്സ് തമിഴ് മാനേജർ. അപ്പോൾ അതിനൊരു തമിഴ് മാനേജറാണുള്ളത്. അപ്പോൾ അയാളായിട്ട് ഒരാൾ ഞങ്ങൾ അയാളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു, ഒരു അപ്പോയിൻമെൻറ്റ് അയാൾ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ദെൻ വെൻ ടു മീറ്റ് ഹിം വൺ മോർണിംഗ്. അങ്ങനെ ഒരു പ്രഭാതം ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോയി. ഹി ഗ്രീറ്റഡ് അസ് വാംലി ആൻഡ് ഓർഡേഡ് സൗത്ത് ഇന്ത്യൻ കോഫി ഫോർ അസ്. അപ്പം അങ്ങനെ ഞങ്ങളെ വളരെ ഊഷ്മളമായിട്ട് സ്വീകരിച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് നല്ല സൗത്ത് ഇന്ത്യൻ കോഫിയൊക്കെ തന്നു. ദ മാനേജർ ഹേർഡ് ദ റീസൺ ഫോർ അവർ വിസിറ്റ്. എന്നിട്ട് മാനേജർ ഞങ്ങളുടെ വിസിറ്റിനുള്ള റീസൺ കേട്ടു. ദെൻ സെൻഡ് ഫോർ വൺ മിസ്റ്റർ തൊറാട്ട്, ഒരു വ്യക്തി, മിസ്റ്റർ തൊറാട്ട് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഞങ്ങളിലേക്ക് അയച്ചു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടതൊരു കടുവയാണ്, അതുകൊണ്ട് മിസ്റ്റർ തൊറാട്ട് എന്ന് പറഞ്ഞൊരു വ്യക്തിനെ മാനേജർ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. സർക്കസിലുള്ള ആളാണ്. ഹി ടേൺഡ് ഔട്ട് ടു ബി ദ റിംഗ് മാസ്റ്റർ. അപ്പോൾ മൃഗങ്ങളെ നോക്കുന്ന റിംഗ് മാസ്റ്റർ ആയിരിക്കും അദ്ദേഹം എന്ന് ഞങ്ങൾക്ക്, മൃഗങ്ങളെ പരിശീലിപ്പിക്കുന്ന ആളാണെന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ മനസ്സിലായി. ഹി ടു വാസ് എ സൗത്ത് ഇന്ത്യൻ. അദ്ദേഹവും സൗത്ത് ഇന്ത്യൻ ആയിരുന്നു. വെരി വെൽ ബിൽറ്റ്, നല്ല ശരീരമുള്ള ആളായിരുന്നു. വിത്ത് ഫീച്ചേഴ്സ് സംവാട്ട് ലൈക്ക് ദോസ് ഓഫ് എ നേപ്പാളി. ഒരു നേപ്പാളി ശരീരപ്രകൃതിയൊക്കെ ഉള്ള ആളായിരുന്നു.
ഹി വാസ് പെർഹാപ്സ് നോ മോർ ദാൻ 40. 40 വയസ്സ് പിന്നിടാത്ത ഒരു പ്രായമാണ് അദ്ദേഹത്തെ കണ്ടാൽ. ഹി ഷോഡസ് ആൻ ഓൾഡ് സ്കാർ ഓൺ ഹിസ് ഫോർ ആം. അദ്ദേഹത്തിൻ്റെ കൈയിൻ്റെ മുകളിൽ എന്താണ് ഒരു സ്കാർ, ഒരു മുറിവിൻ്റെ കല കാണിച്ചു തന്നു. വിച്ച് ഹാഡ് ബീൻ കോസ്ഡ് ബൈ എ ടൈഗർ. അത് ഒരു കടുവയുടെ കാരണം കൊണ്ടാണ്. അത് കടുവ അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്ത്, അത് കടിക്കുകയോ മാന്തോ എന്തോ ചെയ്ത ഒരു കാരണം കൊണ്ടുണ്ടായ ആ സ്കാർ അദ്ദേഹം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഓക്കെ.